ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏൺ ടു ഡൈ ഗെയിം 2, അതായത് ഏൺ ടു ഡൈ ഗെയിമിൻ്റെ രണ്ടാമത്തെ ആണെന്ന് തോന്നുന്നു. 2 എന്നായില്ലേ ലാസ്റ്റ്. അപ്പം രണ്ടാമത്തെ തന്നെയാണല്ലേ. അപ്പം ഏൺ ടു ഡൈ 2-ൻ്റെ ഗെയിമാണ് ഗെയിം ഇടുന്നത്. അപ്പം ഈ ഗെയിം എന്ന് പറയുമ്പം നിങ്ങൾ ഏൺ ചെയ്യണ്ട, അതെല്ലാം ഞാൻ അതിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എന്താ എടുക്കുക, ഈ ഗെയിം ഡൗൺലോഡ് ആക്കുക. അപ്പം അൺലിമിറ്റഡ് കോയിൻ ഉണ്ടാവും. ആ കോയിൻ എടുക്കുക, നിങ്ങൾ ഡൈ ചെയ്താൽ മാത്രം മതി. ഡൈ ചെയ്യാൻ അല്ല, ഡൈ ആയാൽ മാത്രം മതി അതിൽ. അപ്പം ഇത് കളിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവും. അൺലിമിറ്റഡ് കോയിൻ ഉണ്ടാവും. ഓരോ വണ്ടി എടുക്കുക, അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അപ്ഗ്രേഡ് ഫുള്ളാക്കുക, ഫുള്ള് കളിച്ച് തീർക്കുക. ഇതിൽ എന്ന് പറയുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഓരോരോ കാറ് കിട്ടും. ഓരോരോ വണ്ടി ലെവലപ്പ് ആകുമ്പോൾ മാത്രമേ വണ്ടി കിട്ടും. വണ്ടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അത് ആ ഗെയിമിന്റെ ഇത് മാത്രമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗെയിമിൽ ഓരോ ലെവൽ കഴിഞ്ഞാൽ മാത്രം കിട്ടുന്ന വണ്ടിയാണ്. അത് നമുക്ക് പിന്നെ മറ്റേ അങ്ങനെ എടുക്കാനാവില്ല. കളിക്കുക ഫുള്ള് അപ്ഗ്രേഡ് ചെയ്തിട്ട് കളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ടപ്പ എന്ന് പറഞ്ഞിട്ട് കളി തീരും. അപ്പം വണ്ടി എടുക്കുക, അടുത്ത മാപ്പ് അടുത്ത് കളിച്ചിട്ട് ഒരു ദിവസം ഫുള്ള് ഇരുന്ന് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗെയിം ഫുള്ള് കളിച്ച് തീർക്കാൻ പറ്റും. അപ്പം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നമുക്ക് മൊബൈൽ സ്ക്രീനിലേക്ക് പോവാം. അപ്പം ഇവിടെ ഈ വട്ടത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗെയിമില്ലേ, ഈ ഗെയിമാണ് ആ ഗെയിം. ഓക്കെ, അപ്പം നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. അപ്പം ഗെയിം ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നു. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. നമുക്ക് ഫസ്റ്റ് സെറ്റിങ്സ് കയറിയിട്ട് ആ മ്യൂസിക് ഒന്ന് ഓഫാക്കാം. മ്യൂസിക് സെറ്റിങ്സ് ചെയ്തു, മ്യൂസിക് ഒന്ന് ഓഫാക്കി. അപ്പം ഇവിടുന്ന് സൈൻ ഇൻ ഒന്നും ചെയ്യേണ്ട, പ്ലേ ഞെക്കാം, സ്റ്റോറി വരും. ഞാൻ സ്റ്റോറി മോഡ് കാണുന്നില്ല, വീഡിയോ ലെങ്ത് ഒരുപാട് വരുന്നതുകൊണ്ട് നിങ്ങൾ സ്റ്റോറി കണ്ടോ, ഞാൻ സ്കിപ്പ് അടിച്ചു. ഇതിൽ ഗ്യാരേജ് വെക്കുമ്പോൾ നമ്മളെ വണ്ടി കാണും. അപ്പം ഇതിൽ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ട, ഇപ്പുറം സൈഡ് വെക്കുമ്പോൾ ഓരോരോ വണ്ടി അടുത്ത വണ്ടി എന്ന് കാണിക്കും. അപ്പം എൻ്റെ കയ്യിൽ അൺലിമിറ്റഡ് കോയിൻ കണ്ട മുകളിൽ കുറേ ഉണ്ട്. അപ്പം നമ്മൾ എടുത്ത് ഫുള്ളാക്കി ഓരോന്ന് കൂട്ടുന്നതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് വണ്ടിക്ക് മാറ്റം നിങ്ങൾ കാണും. ആദ്യത്തെ 2 എണ്ണം കാണൂല. അത് എന്ന് പറയുമ്പോൾ മറ്റേ എഞ്ചിനല്ല, ഉള്ളിലുള്ള സാധനമെല്ലാം കൂട്ടുമ്പോൾ വേറെ കാണുന്നത്. അപ്പം ഇത് ബൈ കൊടുക്കുക, ഗണ്ണെടുക്കുക, ഫാൻ എടുക്കുക. ഫാനെല്ലാം ഇട്ടിട്ട് ഒരേ പോക്കന്നെ. ചൂടല്ലേ ഇപ്പം, വേനൽക്കാലമല്ലേ, ഫാനെല്ലാം വേണം വണ്ടിക്ക്. അപ്പം ഓരോരോ സാധനം കൂട്ടുമ്പോൾ വണ്ടി മൊത്തത്തിൽ കണ്ട ഒരു മാറ്റം വന്ന് മുമ്പിൽ മറ്റേ തിരിയുന്ന സാധനം ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് സോംബി നമ്മുടെ സോംബി ഗെയിമാണിത്. അപ്പം ഇതിന് ശേഷം ഗോഞ്ഞക്കാം. അപ്പം ഞാൻ ഒരു കളി നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ കളി ഒന്ന് നോക്കാം. എന്തേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ എന്തോ ഒരു സൗണ്ട് കയറിക്കൂടി. കാരണം റെക്കോർഡിങ്ങിൻ്റെ പ്രശ്നമാണോ അതോ ഗെയിമിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. പക്ഷേ ഗെയിം കളിക്കുമ്പോൾ എനിക്ക് വേറെ സൗണ്ടൊന്നും ഉണ്ടായിട്ടില്ല. കറക്റ്റ് സോംബിനെ കൊല്ലുന്ന, സോംബി ചാവുന്ന സൗണ്ട്, വെടിവെക്കുന്ന സൗണ്ട്, അങ്ങനെ ഇല്ല സൗണ്ടാണ് കിട്ടിയിന്. അപ്പം ഗെയിം ഇപ്പോൾ റെക്കോർഡായി കഴിഞ്ഞതിന് ശേഷം ഇതിലെന്തോ കിസ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഫസ്റ്റ് ഗെയിം തുടങ്ങുന്ന സമയത്ത്. അത് അവസാനം വരെ ഉണ്ട്. എവിടുന്ന് വന്നതെന്ന് അറിയാം. പക്ഷേ ഗെയിം കളിക്കുമ്പോൾ അത് വന്നിട്ടില്ല, മറ്റേ അത് സംഭവം വന്നിട്ടില്ല. അപ്പോൾ എന്തെന്നറിയില്ല. ഇതിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ റോക്കറ്റിൻ്റെ ചിത്രം കാണും. ആ റോക്കറ്റിൻ്റെ ചിത്രം ഞെക്കുമ്പോൾ റോക്കറ്റ് പോകുന്നതൊക്കെ പോകുന്നുണ്ടാവും. അതായത് അത് ആ ബാക്കത്തെ ഫാൻ. അതായത് ആ ഫാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫാൻ അത് കുറച്ച് യൂസ് ചെയ്യാനാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. മറ്റേതെന്ന് പറയുമ്പോൾ വണ്ടി ഓടിക്കുന്നത്, അതിൽ ഫാനിൻ്റെ ഫ്യൂവലും മറ്റേ വണ്ടീൻ്റെ ഫ്യൂവലും അവിടെ താഴെ കാണിക്കുന്നുണ്ടാവും. അത് ഒന്ന് കഴിയുമ്പം മറ്റേത് നമുക്ക് ഉപയോഗിക്കാം. 3 ലെവൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത വണ്ടി കിട്ടും. 3 ലെവൽ എന്നല്ല, 3 ഗെയിം പ്ലേ കഴിയുമ്പോൾ ഒരു ലെവലാവും നമുക്ക്. അതായത് ഇപ്പോൾ ഇത് അൺലോക്ക് ആവണമെങ്കിൽ ഇപ്പം 3 കളി കഴിയണം. ഇതിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. സംഭവം മുകളിലൊരു സംഭവം കണ്ട, ഏറ്റവും ടോപ്പിൽ നടുഭാഗത്തായിട്ട് ഒരു സാധനം. ഇത് എന്ന് പറയുമ്പം ഇത് ഇപ്പം നമ്മൾ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, ഇനിയിപ്പോൾ അത് 3ാമത്തത് അങ്ങ് ആ കാറ് കണ്ട വെച്ചത്, ആ ലാസ്റ്റ് ഒരു കാറ് കാണും. ആടം വരെ എത്തിക്കഴിഞ്ഞാൽ 3ാമത്തെ ലെവൽ കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിന് പിന്നെ അടുത്ത വണ്ടി കിട്ടാൻ തുടങ്ങും. ഇപ്പം 3 ലെവലും കഴിഞ്ഞു കളിച്ചിട്ട്. അപ്പം അടുത്ത വണ്ടി വന്നു. ഇനി ഫുള്ള് അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് നിങ്ങൾ ഓരോരോ കളിയിൽ ഓരോന്ന് എക്സ്ട്രാ അപ്ഗ്രേഡ് ചെയ്താൽ പോയാലും മതി. എന്നാൽ ആ ഗെയിമിൻ്റെ ആ ഒരു ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കളിച്ചിട്ട് എന്ത് കാര്യം, പെട്ടെന്ന് ചിലപടയാൻ തീരും. മറ്റേതെന്ന് പറയുമ്പോൾ ഫ്യൂവലെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി പകുതിക്കെല്ലാവും. അന്നേരം നല്ല രസമാണ്. ഇങ്ങനെ വണ്ടി ഇങ്ങനെ സ്ലോ ആയിട്ട് നിൽക്കുന്നതും. ഇങ്ങനെ ആക്കുന്നവർക്ക് എങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. പൈസ ഇല്ല, ഇഷ്ടം പോലെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ചെയ്യാം. ഈ ഗെയിം പ്ലേയും കൂടി നോക്കിയിട്ട് നമുക്ക് ഇത് മതിയാക്കാം.
ഈ സംഭവം എന്ന് പറയുന്നത് ഇപ്പം ഇതിൽ നിങ്ങൾ സ്പീഡ് കാണുന്നുണ്ടാവും. ഇത് കാറിൻ്റെ പ്രത്യേകത ഒന്നല്ല. ഫസ്റ്റ് തന്നെ ഞാൻ ആ ഫാൻ ഇട്ടതാണ്. കാരണം നമ്മൾ ഓൾറെഡി ഫുൾ അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ ആ ഫാനിനെല്ലാം ഓട്ടോമാറ്റിക്കലി മെല്ലെ മെല്ലെ കൂടിയിട്ട് മെല്ലെ കിട്ടേണ്ട പവർ പെട്ടെന്ന് കിട്ടി. അതുകൊണ്ട് ഫാനിട്ട് വണ്ടി കൊണ്ടുപോയി ഇങ്ങനെ സ്പീഡ് പോയി വണ്ടി പൊളിഞ്ഞ് സബാഷ്. അപ്പോൾ ആ വണ്ടി ഏകദേശം പൊളിഞ്ഞൊരു വിധമായിട്ടുണ്ട്. ആ ഫാനും തകരാറായി. ഇത് നമ്മൾ മറ്റേ വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഇങ്ങനെ ഇടിച്ച് പൊളിഞ്ഞ് കഴിഞ്ഞാൽ ഫാൻ തകരാറായി കഴിഞ്ഞാൽ പിന്നെ ആ ഫാൻ വർക്കാവില്ല. ഇതിപ്പോൾ ഞാൻ ഫാൻ കൊണ്ട് തന്നെ എടുത്തിട്ട് പോയിട്ട് ഫാൻ തീർന്നിട്ടാകുമ്പോൾ ഫാൻ അടിച്ചത്. ഇപ്പോൾ ഇവനെ പുറത്തേക്ക് കാണണ്ടായി, സോംബിയെല്ലാം കടിച്ചു തന്നു. അപ്പം അങ്ങനെ ഫസ്റ്റത്തത് തീർത്ത് വണ്ടി ഇല്ലാണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ കാണിച്ചു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. ഇത് കളിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇന്ന് തീരൂല. അപ്പം നിങ്ങൾ കളിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പം അങ്ങനെ അങ്ങനെ കണ്ട കുറേ വണ്ടി ഉണ്ട് ഇതിൽ. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടാനുള്ള വണ്ടിയാണ്. നിങ്ങൾ കളിച്ചിട്ട് നിങ്ങൾ എടുത്തോളാം വണ്ടി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.